ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഔട്ടിങ്ങാ, പുറത്താണുള്ളത്. മോൻ വന്നിട്ടുണ്ട്. ഇപ്പൊ നോമ്പൊക്കെ കഴിയാൻ പോവുകയല്ലേ, ഇനിയിപ്പൊ അടുത്ത തിങ്കളാഴ്ച പെരുന്നാളാ. അപ്പൊ മോൻ പറഞ്ഞു നമുക്കിന്ന് പുറത്തേക്ക് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പുറത്തിറങ്ങിയതാ. ഇന്നിപ്പൊ നോമ്പ് തുറയൊക്കെ ഹോട്ടലിലായിരിക്കും. പോയി നോക്കട്ടെ ഇന്നത്തെ പ്ലാനിങ് എന്തൊക്കെയാ അറിയില്ല, മോന്റെ ഉദ്ദേശം എന്തൊക്കെയാന്നുള്ളത്. ഇതാ ഇവിടെ കണ്ടോ, കാപ്പിത്തോട്ടാ ഇവിടെ ഫുള്ളായിട്ട്. ഞങ്ങളെ ഭാഗമൊക്കെ പൂത്ത്, പക്ഷെ ഇവിടെ പൂത്തൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് എവിടേക്കെന്നുള്ളത് കാണിച്ചു തരാം. ഞങ്ങളിതാ ബത്തേരിക്ക എത്തിയത്. ബത്തേരിക്ക ഞങ്ങളെ പെട്രോൾ അടിക്കാൻ കയറിയതാ. പെട്രോളും അടി നേരെ കൊണ്ടുവന്നത് ബത്തേരി, സുൽത്താൻ ബത്തേരി എസ് ഭാരതിലേക്കാട്ടോ മോൻ കൊണ്ടുവന്നത്. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കര തിരക്ക്. ഇവിടുന്ന് എപ്പം പുറത്തേക്ക് ഇറങ്ങാനാവുന്നുള്ള അറിയില്ല. എവിടെ പോയാലും വാച്ച് നോക്കല് എൻ്റെ മോന് പറല്ല. ഇതാ തപ്പുന്ന്. ചുരിദാറൊക്കെ മോൻ എനിക്ക് എടുത്ത് തന്നു. ഞങ്ങൾ നേരെ പോകുന്നത് നോമ്പ് തുറക്കാൻ ഹോട്ടലിലേക്കാ. ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് കൊടുത്തില്ല, തുറക്കാനായി പോയി. ഹോട്ടലിൽ വെച്ച് കാണാം. നല്ല മഴ വരുന്നുണ്ട്. ഇതാ ഞങ്ങൾ എത്തുന്ന ഹോട്ടൽ ഇതാ വിൽട്ടൺ സുൽത്താൻ ബത്തേരി. ഇവിടെ റെഡിയാക്കി. മോൻ നേരത്തെ പോയി ഉള്ളിലേക്ക് കയറി. കൊല്ലം ആദ്യമായിട്ട് ഹോട്ടലിൽ നോമ്പ് തുറക്കുന്നത്. നോമ്പ് കഴിയാനായി. ഇതാ മോനിതാ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിക്കുന്ന, ഡ്രസ്സ് വാങ്ങിത്തന്ന്. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഉന്നക്കായില്ല, ഉന്നക്കായും കട്ട്ലറ്റ് ഉണ്ട്. ഇതൊക്കെ അടിപൊളിയായി കേട്ടോ. ചുടുവെള്ളം ആദ്യമായിട്ട് അങ്ങനെയുള്ള സെറ്റപ്പ് കാണുന്നു. മോൻ KSRTC കയറി കോഴിക്കോട് പോവുക. ഞങ്ങൾ കാറിൽ മാനന്തവാടിക്കും കയറ്റി വിടാൻ വന്നതാ ഗാരേജിലേക്ക്. ബത്തേരി ഗാരേജാ. നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടേ ഞങ്ങൾക്ക് എല്ലാം റെഡിയാക്കി തന്ന് പോവാ. എന്താ റോഡ് സൈഡ് എന്തോ ഒരു പരിപാടി ഉണ്ട് ഇവിടെ തോന്നുന്നു. ഇതൊരു ഭംഗിയ അലങ്കാരം. ഹോട്ടൽ അതിലേ സൗഗന്ധിക. വന്നിപ്പോ ഞങ്ങളെ അങ്ങാടി എത്തി. അങ്ങാടിയിലെത്തി. രാത്രി ഇപ്പൊ സമയം 9 മണിയായിട്ടോ. എന്താ ഞങ്ങളങ്ങാടി അടിപൊളിയാ. അനന്തന്റെ അവിടെ പോയി. എന്താ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെയാണ് ഈ ഓഫറൊക്കെ ഉണ്ടാവുക. 5 മൈൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടത് ഭാഗത്തേക്ക് തിരിയണം. ഞങ്ങളെ വീടിന്റെ ഭാഗം ഇനി എത്ര മിനിറ്റ് വേണം നമ്മളെ വീട്ടിൽ? 3 മിനിറ്റ് വീട്ടിലെത്തും. 5 മൈലിന് 3 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് ഉണ്ട്. ഇതാ വീട്ടിലെത്തി. വീട്ടിൽ കയറേണ്ട ലൈറ്റൊന്നും ഇട്ടിയില്ല. ഈ ലൈറ്റിന്റെ ചെടികൾ കൊണ്ട് ലൈറ്റ് കാണൂല. എന്താ അൽഹംദുലില്ലാ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. രാത്രി 9 മണിയായി. എല്ലാം കഴിഞ്ഞു ഇവിടെ എത്താൻ. ഇതാ 2 കൂട്ടുകാരികളെ വീട്ടിൽ കയറി. ഒരാളെ വീട്ടിൽ നിന്ന് ചക്ക, പിന്നെ വേറൊരാളെ വീട്ടിൽ നിന്ന് കുമ്പളങ്ങ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തി. ചക്ക നല്ല പഴുത്ത ചക്കയത്. ഞങ്ങൾ മുറിച്ച് തിന്നിട്ടേ എന്ത് കിടന്നുറങ്ങും. നല്ല പഴുത്ത മധുരമുള്ള ചക്കയാട്ടോ.
ഇതാ കുമ്പളങ്ങതാ കുമ്പളങ്ങ. ഇത് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ പറിച്ച നാരങ്ങ, വിത്തില്ല നാരങ്ങയാണ് പോലും. നോക്കട്ടെ, ഇതായാലും ഇക്കൊല്ലത്തെ ആദ്യമായിട്ടുള്ള പഴുത്ത ചക്ക. പഴുത്ത ചക്ക തിന്നുന്നു. നോമ്പ ഇപ്പൊ നാളെ രാത്രി ബാക്കി തിന്നാൻ കഴിയുള്ളൂ. മോൻ ഡ്രസ്സൊക്കെ പെരുന്നാൾ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു. മോൻ പോയും ചെയ്ത് ഡ്യൂട്ടി സ്ഥലത്ത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.